വെൽക്കം ടു എസ് ഫോർ സക്സസ്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 വേണാട് രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും വിദേശ ശക്തിയായ ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഡച്ച് സൈന്യാധിപൻ ക്യാപ്റ്റൻ ഡെലനോയ് ആയിരുന്നു. കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിക്കാനുണ്ടായ പ്രധാന കാരണം വേണാട് രാജാവായി മാർത്താണ്ഡവർമ്മ ചുമതലയേറ്റതിനു ശേഷം തിരുവിതാംകൂർ വിപുലീകരണ നടപടിയുടെ ഭാഗമായി അയൽ രാജ്യങ്ങളെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതേസമയം കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിനാൽ കായംകുളം പിടിച്ചടക്കാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിക്കുന്നു. എന്നാൽ ഇത് കുരുമുളകിന്റെ വ്യാപാര കുത്തക അവകാശമായി ഏറ്റെടുത്ത ഡച്ചുകാരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്നുള്ളതിനാൽ വ്യാപാര കുത്തക തിരിച്ചു പിടിക്കുന്നതിനായി ഡച്ചുകാർ തിരുവിതാംകൂറുമായി യുദ്ധത്തിലേർപ്പെടുന്നു. എന്നാൽ പ്രസ്തുത യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയിയെ കീഴ്പ്പെടുത്തുകയും പിന്നീട് തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായി മാറ്റുകയും ചെയ്തു. ഒരു വിദേശ ശക്തി ഇന്ത്യൻ നാട്ടുരാജ്യത്തിന് മുമ്പിൽ പരാജയപ്പെടുന്ന ആദ്യത്തെ യുദ്ധം കൂടിയാണ് കുളച്ചൽ യുദ്ധം.